നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ കെ.ജി. പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി ഏറ്റെടുത്തു. പ്രസാദിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ പട്ടികജാതി വർഗ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച വാർത്ത ബി.ജെ.പി. പരിസ്ഥിതി സെൽ സ്റ്റേറ്റ് കൺവീനറും അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതി ചെയർമാനുമായ ഗോപൻ ചെന്നിത്തല സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണിത്. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല ഇന്നലെ പട്ടികജാതി വർഗ വികസന കോർപ്പറേഷനിലെത്തി പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലുള്ള സ്വയം തൊഴിൽ വായ്പ പലിശയും കുടിശ്ശികയും ഉൾപ്പെടെ തിട്ടപ്പെടുത്തി. ഇന്ന് രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തി മുഴുവൻ പണവും അടയ്ക്കുമെന്ന് ഗോപൻ ചെന്നിത്തല അറിയിച്ചു. സുരേഷ് ഗോപിയുടെ ഓഫീസും ഇത് സ്ഥിരീകരിച്ചു. മൈക്രോ ഫിനാൻസ് ലോണുകളും പലിശ കടകളും ഉൾപ്പെടെ മുഴുവൻ ബാധ്യതയും തീർക്കാമെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചിട്ടുണ്ട്. പ്രസാദിന് പണം കടം നൽകിയവരുമായി മൈക്രോ ഫിനാൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഇടപാടുകൾ തീർക്കും. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല തകഴി കുന്നുമയിലെ വീട്ടിലെത്തി ഓമനയെയും മക്കളെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഓമനയും കുടുംബവും ഇന്ന് പണമടയ്ക്കാനായി ഗോപൻ ചെന്നിത്തലയ്ക്കും ബി.ജെ.പി. നേതാക്കൾക്കുമൊപ്പം ആലപ്പുഴയിലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലെത്തും. അതേസമയം ഇന്നലെ ജീവനൊടുക്കിയ നെൽ കർഷകന്റെ കുടുംബത്തിന് സഹായവുമായി മുംബൈ മലയാളിയും രംഗത്ത് വന്നിരുന്നു. ബാങ്കിലെ കുടിശ്ശിക അടയ്ക്കാനുള്ള പണം അദ്ദേഹം കൈമാറി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമാണെന്ന് കരുതിയാൽ മതിയെന്നാണ് പണം നൽകിയ ആൾ വ്യക്തമാക്കിയത്. എന്നാൽ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞ് രാവിലെയാണ് 17,600 രൂപ കൈമാറിയത്. അതേസമയം വായ്പ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ തകഴി കുന്നമ്മ കാട്ടിൽ പറമ്പിൽ കെ.ജി. പ്രസാദിന്റെ വീടും 5 സെന്റ് വസ്തുവും ജപ്തി ചെയ്യാനുള്ള നടപടി നിർത്തിവെക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉത്തരവിട്ടു. പ്രസാദിന്റെ വീട് ജപ്തിയാകുന്നത് സംബന്ധിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് മന്ത്രി കെ. രാധാകൃഷ്ണൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും കുടുംബത്തോട് സംസാരിക്കാനും ഉദ്യോഗസ്ഥരോട് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ മാനേജർ എം.കെ. ബോസും സംഘവും വീട്ടിലെത്തി ജപ്തി ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ എഴുതി വാങ്ങി. പ്രസാദിന്റെ ഭാര്യ ഓമന 2022 ഓഗസ്റ്റ് 27 പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത സ്വയം തൊഴിൽ വായ്പയിൽ 17,600 രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ജപ്തി നോട്ടീസ് അയച്ചത്. ഓമനയുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനിക്കുന്നതിനായി മന്ത്രിക്കും ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ പറഞ്ഞു. പാട്ടത്തിനെടുത്ത 3.5 ഏക്കറിൽ വളമിടാൻ 1.5 ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് 2023 നവംബർ 11 പ്രസാദ് ജീവൻ ഒടുക്കിയത്. പ്രസാദിന്റെ കുടുംബത്തിനെതിരായ ജപ്തി നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പലിശ ഇളവുകൾ നൽകി ഒറ്റത്തവണയിലൂടെ വായ്പ തീർപ്പാക്കും. കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ എം.ഡിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ. രാധാകൃഷ്ണൻ അറിയിച്ചു.